മുൻ എം.എൽ.എയും മുതിർന്ന CPIM നേതാവുമായ CKP പത്മനാഭൻ കോൺഗ്രസിലേക്കെന്ന സൂചന. കോൺഗ്രസിന്റെ അണിയറ നീക്കങ്ങൾക്ക് കെ സുധാകരനാണ് ചരട് വലിക്കുന്നത്. നിഖിൽ ചേരുന്ന വിവരങ്ങളുമായി. നിഖിൽ, ഇതിനൊരു സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും സാധ്യതകൾ കൂടുകയാണ്. വിശദാംശങ്ങൾ. ആനന്ദ്, തീർച്ചയായും തളിപ്പറമ്പിൽ നിന്നുള്ള CPIM-ന്റെ മുൻ MLA ആണ്. CPIM-ന്റെ ഏറ്റവും ഉന്നതനായ കണ്ണൂരിലെ നേതാവാണ്. CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയുള്ള CKP പത്മനാഭൻ കോൺഗ്രസിലേക്ക് എന്ന കാര്യത്തിൽ സൂചനകൾ വളരെ ശക്തമാവുകയാണ്. ഇതിന് ബലം നൽകുന്നത് കെ സുധാകരൻ ഇക്കാര്യത്തിൽ നടത്തിയ ഇടപെടലുകൾ തന്നെയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ ഈ പയ്യന്നൂർ മേഖലയിലെ പ്രചാരണങ്ങൾക്കിടയിലാണ് കെ സുധാകരൻ ഈ CKP പത്മനാഭൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അന്ന് ഈ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വീട്ടിൽ വിശ്രമിക്കുന്ന CKPയെ കാണുകയായിരുന്നു എന്നതായിരുന്നു കെ സുധാകരൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. പക്ഷേ ആ നിലയ്ക്കല്ല ഈ കോൺഗ്രസിലേക്ക് CKPയെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. CKPയോട് കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വവും DCC നേതൃത്വവും ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന പ്രതികരണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ CKP പത്മനാഭന് CPIM-നോടുള്ള കടുത്ത അമർഷമുണ്ട്. കാരണം 2011 അദ്ദേഹത്തിനെതിരെ ഒരു സാമ്പത്തിക അഴിമതി ആരോപണം വരുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് പാർട്ടി ഒരു തരത്തിലും അദ്ദേഹത്തെ പരിഗണിച്ചില്ല, തിരിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയില്ല. അത്തരമൊരു ചിന്തയിലേക്ക് പോലും CPIM പോയില്ല എന്ന പരാതി CKPക്ക് അന്ന് തൊട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നു ആ അതൃപ്തി എന്നുള്ളതാണ്. CKPയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ, വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തും അദ്ദേഹം എല്ലായ്പ്പോഴും പറയുന്ന കാര്യം അതാണ്. കാരണം തനിക്കൊപ്പം അല്ലെങ്കിൽ തനിക്ക് ശേഷമൊക്കെ CPIM-ൽ ഇത്തരത്തിൽ പല പരാതികളുടെ പേരിൽ, ഇതിനേക്കാൾ ഗുരുതരമായ പരാതികളുടെ അടക്കം പേരിൽ നടപടിയെടുത്ത CPIM-ന്റെ നേതാക്കളുണ്ട്. പക്ഷേ അവരെയെല്ലാം പാർട്ടി തിരിച്ചെടുക്കുകയും മറ്റ് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയും അല്ലെങ്കിൽ അത്തരം പദവികൾ നൽകുകയും സ്ഥാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തന്നെ മാത്രം പാർട്ടി ഇത്രയും കാലമായിട്ടും അവഗണിക്കുകയാണ് ചെയ്യുന്നത്, ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് CKPയുടെ ഒരു പരാതി. മറ്റൊന്ന്, തനിക്കെതിരെ ഉയർന്നു വന്ന ഈ സാമ്പത്തിക അഴിമതി ആരോപണം ഉൾപ്പെടെ അത് അക്കാലത്ത് CPIM-ൽ ഉണ്ടായിരുന്ന വിഭാഗീയതയുടെ ഭാഗമായി വന്നതാണ്, അല്ലാതെ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് CKP പറയുന്നത്. മാത്രമല്ല, P ശശിക്കെതിരെ നൽകിയ പരാതി, ആ പരാതിക്ക് ചില അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പരാതി നൽകിയത്. അതിൻ്റെ പ്രതികാരം എന്ന നിലയിൽ കൂടിയാണ് തന്നെ ഇപ്പോഴും മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് CKPയുടെ മറ്റൊരു ചിന്ത. ഇങ്ങനെ പല കാരണങ്ങളാൽ CPIM-നോട് കടുത്ത അതൃപ്തിയിലാണ് CKP ഉള്ളത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇപ്പോൾ ഈ വൃക്ക രോഗത്തെ തുടർന്ന് ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്ത് വീട്ടിൽ വിശ്രമിക്കുകയാണ്. തന്നെ അസുഖബാധിതനാക്കിയത് CPIM ആണ് എന്ന ഏറ്റവും രൂക്ഷമായ ഒരു വിമർശനം പോലും അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതാണ്. അങ്ങനെ CKPക്ക് CPIM-നോടുള്ള ആ അതൃപ്തി മുതലെടുത്ത് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങളുടെ ഒരു അടിസ്ഥാനം. അതിന് കെ സുധാകരൻ നേരിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ നീക്കം കൂടുതൽ സജീവമാവുകയും നമ്മൾ ഈ നേരത്തെ VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞതുപോലെ ഒരു നീക്കം ആ നിലയ്ക്ക് അത് ഫലം കാണുകയും ചെയ്തേക്കാം എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. CKPയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ഒരു വ്യക്തത പറയുന്നില്ല, ഉണ്ടെന്നോ ഇല്ലെന്നോ തരത്തിൽ അദ്ദേഹം പറയുന്നില്ല എന്നുള്ളതാണ്. DCC നേതൃത്വവും പറയുന്നത് ഏകദേശം അതേ രീതിയിലാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അതിലൊരു തീരുമാനം, വ്യക്തത വരും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും CKPക്ക് CPIM-നോടുള്ള അതൃപ്തി, ആ അതൃപ്തി പരമാവധി മുതലെടുത്ത് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് എത്തിക്കുക ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം. CKPയെ പോലെ കണ്ണൂർ ജില്ലയിലെ മുതിർന്ന ഒരു നേതാവിനെ തങ്ങൾക്കൊപ്പം എത്തിക്കാനായാൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നതാണ് കെ സുധാകരൻ ഉൾപ്പെടെ കണക്ക് കൂട്ടുന്നത്. അതിന് ഒരു കാരണമെന്ന് പറയുന്നത് CKP പത്മനാഭൻ നേരത്തെ വലിയ ജനകീയത ഉണ്ടായിരുന്ന ഒരു CPIM-ന്റെ നേതാവാണ്. അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് അനീതി നേരിട്ടു എന്ന് CPIM-ലെ ഒരു വിഭാഗത്തിന് തന്നെ അങ്ങനെ ഒരു ചിന്ത നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതെല്ലാം തന്നെ ഗുണകരമായി മാറും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആയിഷ പോറ്റിയുടെയൊക്കെ കോൺഗ്രസിലേക്കുള്ള വരവിന് പിന്നാലെ മറ്റൊരാൾ എന്ന രീതിയിൽ CKPയെ അവതരിപ്പിക്കാനായാൽ അത് സംസ്ഥാനത്താകെ ഗുണം ചെയ്യുന്ന ഒരു നീക്കമായി മാറ്റാം എന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. കെ സുധാകരൻ നേരിട്ട് വ്യക്തമാണ്. സമഗ്രമായ വിവരങ്ങൾ തന്നെയാണ് നിഖിൽ തന്നത്. ഈ മണിക്കൂറിൽ ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചാണ് നിഖിൽ ഈ മണിക്കൂറിൽ നമ്മളോട് പങ്കുവച്ചത്. CKP പത്മനാഭൻ കോൺഗ്രസിലേക്ക് എന്ന സൂചനകൾ സ്ഥിരീകരിക്കാൻ ഇനിയും സമയം ബാക്കിയുണ്ട്.